നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ മാസത്തിലും ജനിച്ചവരുടെ പ്രത്യേക സ്വഭാവവിശേഷങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു വരികയായിരുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് ഏപ്രിൽ മാസത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഏപ്രിൽ മാസത്തിൽ ജനിച്ചവർ പൊതുവെ അസാധാരണമായിട്ടുള്ള ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും ഉള്ളവരാണ്. പൊതുവെ സമരവീര്യമുള്ള വ്യക്തികളാണ് ഇവർക്ക് സംഘടനാ പാഠവും കൂടുതലായിട്ട് ഉണ്ടാകും. രാജ്യത്തിന്റെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇവർ പ്രത്യേക വൈദഗ്ധ്യം പ്രകടിപ്പിക്കും. സ്വാഭാവികമായും ഇവർ വിമർശനങ്ങളോട് അത്രയൊന്നും തന്നെ അസഹിഷ്ണുത പുലർത്താറില്ല. സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർക്കിഷ്ടം. തങ്ങൾക്ക് യോജിച്ച ഇണയെ കണ്ടെത്താൻ ഇവർ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. എന്നാൽ തന്നെയും സ്നേഹത്തിനും സഹാനുഭൂതിക്കും വേണ്ടി ദാഹിക്കുന്നവരായിരിക്കും ഇവർ. അധികാരമാകുന്ന സോപാനത്തിൽ ചവിട്ടിക്കയറാൻ ഇവർക്ക് പടവുകൾ ബാക്കിയുണ്ടാകാറില്ല. ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വിജയലഹരി തലയ്ക്ക് പിടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നേട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ വീഴ്ചയ്ക്ക് കാരണവും. മറ്റൊരു കാര്യം, ഇവർ മുഖസ്തുതിക്ക് വശംവദരാകാതിരിക്കുക എന്നുള്ളതാണ്. നൈമിഷികമായിട്ടുള്ള പ്രേരണയ്ക്ക് പെട്ടെന്ന് വശംവദരാകുന്നവരാണ് ഇവർ. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതാണ് ഇവരുടെ തത്വശാസ്ത്രം. ഇവരുടെ പെരുമാറ്റത്തിലെ കൗശലമില്ലായ്മ ശത്രുക്കളെ സൃഷ്ടിക്കാറുണ്ട്. ഇവർക്ക് ഉത്കർഷേച്ഛ കൂടുതലായി കാണപ്പെടാം. ലക്ഷ്യം നേടാൻ ഇവർ ഏത് മാർഗവും അവലംബിച്ചേക്കാം. പ്രതിസന്ധികളെയൊക്കെ തകർത്ത് മുന്നേറുന്നതിൽ ആവേശഭരിതരാകുന്നവരാണ് ഇവർ. അപകടങ്ങളോ ആക്രമണങ്ങളോ മൂലമൊക്കെ തലയ്ക്ക് പരിക്ക് പറ്റുക ഇവർക്ക് സാധാരണയായി സംഭവിക്കുന്നതാണ്. പൊതുവെ ശുഭാപ്തി വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ ഒന്നും തന്നെ ഇവർ കാലിടറാറില്ല. സാമ്പത്തിക അവസ്ഥ ചിന്തിക്കുമ്പോൾ പൊതുവെ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നവരാണ് ഇവർ. അതായത് പണം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് എന്നർത്ഥം. അതൊരു ദൃഢനിശ്ചയമായി കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കും. വൻകിട സംരംഭങ്ങളെ കുറിച്ച് മഹത്തായ ആശയം ഉണ്ടാകും ഇവർക്ക്. അങ്ങനെയുള്ള ആശയങ്ങളെയൊക്കെ ഇവർ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമവും നടത്തും. എന്നാൽ അമിത വ്യയം മൂലം നഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർ. ജൂലൈ 21-നും ഓഗസ്റ്റ് 27-നും ഇടയ്ക്കും, നവംബർ 21-നും ഡിസംബർ 27-നും ഇടയ്ക്കും, സെപ്റ്റംബർ 21-നും ഒക്ടോബർ 27-നും ഇടയ്ക്കും ജനിച്ചവരുമായിട്ടുള്ള സൗഹൃദം ഇവർക്ക് അനുയോജ്യമാണ്. അമിതമായിട്ടുള്ള അധ്വാനം ചെയ്യുന്ന ശീലമുള്ളവരാണ് ഇവർ. എന്നാൽ അതുകൊണ്ട് തന്നെ വിശ്രമവും ഇവർക്ക് ആവശ്യമാണ്. ശിരോരോഗങ്ങളെയാണ് കരുതിയിരിക്കേണ്ടത്. തലവേദന, കണ്ണുകൾക്ക് അസുഖം എന്നിവയും ഉണ്ടാകാം. കിഡ്നി, മൂത്രാശയ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് കരുതൽ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ലഹരി പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ചുവപ്പിന്റെ വിവിധ നിറങ്ങൾ, റോസ്, പിങ്ക് ഇവയെല്ലാം ഭാഗ്യ നിറങ്ങളാണ്. സുഖമില്ലാത്ത അവസ്ഥയിൽ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വേളയിൽ നീലയും വയലറ്റും ഇവർക്ക് ആശ്വാസം നൽകുന്നതാണ്. മാണിക്യം, പവിഴം, ചുവന്ന രേഖയുള്ള കല്ലുകൾ ഇവയൊക്കെ ഇവർക്ക് അനുയോജ്യ രത്നങ്ങളാണ്. എന്നാൽ രത്നധാരണം ഭാരതീയ ജ്യോതിഷപ്രകാരം മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അത് വിപരീത ഫലങ്ങളെ നൽകിയേക്കാം. ഏപ്രിൽ മാസത്തിൽ ജനിച്ചവരുടെ ഓരോ തീയതിയിലും ജനിച്ചാലുള്ള പ്രത്യേകം ഫലങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് പറയാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.